ഹായ്, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നൊരു ഏരിയ ആണ്. പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പാർട്ടായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. Statement of equivalent production. Okay. Process 1, process 2, process 3. എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഡീൽ ചെയ്യുന്ന ഒരു എക്സാമ്പിളിനകത്ത് 3 പ്രോസസ്സ് ഇൻഡിക്കേറ്റ് ചെയ്തു. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ബേസിലായിരിക്കും ഞാൻ ഇക്വലന്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ പ്രോസസ് 1-ൽ നിന്നും പ്രോസസ് 2-ലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മെറ്റീരിയൽ കൺസിഡർ ചെയ്തുകൊണ്ട്, പ്രോസസ് 2-ൽ നിന്നും പ്രോസസ് 3-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെറ്റീരിയൽ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വലന്റ് പ്രൊഡക്ഷൻ വരയ്ക്കുന്നത്. ഇക്വലന്റ് പ്രൊഡക്ഷൻ വരച്ച് പ്രോസസ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അറൌണ്ട് ഒരു 5 സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് statement of value of abnormal loss or gain. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റിലെ അക്കൗണ്ട് ആണ് നമ്മുടെ പ്രോസസ് അക്കൗണ്ട്. ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ബേസിലായിരിക്കും, പ്രോസസ് 1-ഓ പ്രോസസ് 2-ഓ പ്രോസസ് 3-ഓ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ആ ഒരു പ്രോസസ്സിന്റെ ബേസിലാണ് ഇക്വലന്റ് പ്രൊഡക്ഷൻ വരച്ചിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക്, അബ്നോർമൽ ലോസും മറ്റു കാര്യങ്ങളും ഒക്കെ വാല്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രോസസ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇക്വലന്റ് പ്രൊഡക്ഷന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ പ്രോസസ് 2-ന്റെ ബേസിലാണ് ഞാൻ ഇക്വലന്റ് പ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോസസ് 3-ൽ നിന്ന് പ്രോസസ് 2-ലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പ്രോസസ് 2-ൽ നിന്ന് പ്രോസസ് 3-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും വെച്ചിട്ട് പ്രോസസ് 2 പർട്ടിക്കുലർ പ്രോസസ്സിൽ മാത്രം കംപ്ലീറ്റ് ചെയ്യുന്ന യൂണിറ്റ്സിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ വരയ്ക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 by 1 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. Input, output, units, material, labor, overhead, then ഇന്നത്തെല്ലാം മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ആയ എലമെന്റ്സ് ഓഫ് കോസ്റ്റിനകത്ത് നമുക്ക് പെർസെൻറ്റേജും ഇൻഡിക്കേറ്റ് ചെയ്യണം, യൂണിറ്റ്സും ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, പെർസെൻറ്റേജ് കോളം, യൂണിറ്റ്സ് കോളം, പെർസെൻറ്റേജ് കോളം, യൂണിറ്റ്സ് കോളം, പെർസെൻറ്റേജ് കോളം, യൂണിറ്റ്സ് കോളം. ക്ലിയർ ആണ്? ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര യൂണിറ്റ് ആണ്? ഇപ്പം ഇൻ കേസ് പ്രോസസ് 2-ന്റെ ബേസിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോസസ് 2 അല്ലെങ്കിൽ സെക്കൻഡ് പ്രോസസ്സിൽ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കും.
അത് ഇൻപുട്ട് കോളത്തിലും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം, ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിലും ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, എത്ര തന്നെയാണോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ പ്രോസസ് 2 ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, അത്രയും തന്നെ ഔട്ട്പുട്ടും നമ്മൾ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണ്? അപ്പം ഇൻപുട്ട് കോളത്തിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യണം. അറ്റ് സെയിം നമ്മൾ ഔട്ട്പുട്ട് കോളത്തിന്റെ യൂണിറ്റ് കോളത്തിലും ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണം. ദെൻ ബാക്കിയുള്ള സിറ്റുവേഷനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് from the percentage of completion. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ഫ്രം ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും പ്രോസസ് 2 മെറ്റീരിയൽ 10% അല്ലെങ്കിൽ ഒരു 50% കംപ്ലീറ്റ് ആണ്. ഓക്കെ, ബാക്കി ഞാനത് കറക്റ്റ് ചെയ്യുന്നു. 50% മാറ്റിയിട്ട് ഒരു 40% ആക്കി. മെറ്റീരിയൽ പ്രോസസ് 2 വന്നപ്പോൾ 40% ഡിഗ്രി ഓഫ് കംപ്ലീഷൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് 2 തൊട്ട് ബാക്കിലുള്ള പ്രോസസ് 1 ക്ലോസിംഗ് ആണ് പ്രോസസ് 2 ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. പ്രോസസ് 1 മെറ്റീരിയൽ 40% കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ബാക്കി റിമൈനിങ് പോർഷൻ ഫ്രം ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മീൻസ് 100 മൈനസ് degree of completion. 100 minus degree of completion. എക്സാമ്പിൾ ഇവിടെ 40% ആണ് മെറ്റീരിയൽ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 100 മൈനസ് 40% എന്ന് പറയുമ്പോൾ ബാക്കി 60% ആണ് എന്ത് ചെയ്യേണ്ടത്, പ്രോസസ് 2 കംപ്ലീറ്റ് ആവേണ്ട മെറ്റീരിയൽ. അങ്ങനെ മെറ്റീരിയലിനും ലേബറിനും ഓവർഹെഡിനും ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഓപ്പണിംഗ് സ്റ്റോക്കിൽ കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ 100 കുറച്ചതിന് ശേഷം 100 ഓപ്പണിംഗ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ലെസ് ചെയ്തതിനു ശേഷം റിമൈനിങ് പെർസെൻറ്റേജ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ പെർസെൻറ്റേജ് കോളത്തിൽ നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പം 100 മൈനസ് 40 60% ആണ് കിട്ടി. അപ്പൊ മെറ്റീരിയൽ 60% ഇൻഡിക്കേറ്റ് ചെയ്തതിനു ശേഷം യൂണിറ്റിന്റെ 60% നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് യൂണിറ്റ് കോളത്തിൽ എഴുതണം. അതേപോലെ എക്സാമ്പിൾ ലേബർ എന്ന് പറയുന്നത് ഒരു 30% കംപ്ലീറ്റ് ആയ സിറ്റുവേഷൻ ആയിരിക്കും. മേ ബി ഒരു എക്സാമ്പിൾ ആണ്. മെറ്റീരിയൽ ഒരു 40%, ലേബർ 30%, ഓവർഹെഡ് 70%, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇരിക്കട്ടെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ എടുക്കേണ്ടത് 100 മൈനസ് 40 60%, ലേബറിന് നമ്മൾ എടുക്കേണ്ടത് 100 മൈനസ് 30 റിമൈനിങ് 70%, റിമൈനിങ് 70%, ഓവർഹെഡിന് നമ്മൾ എടുക്കേണ്ടത് 100 മൈനസ് 70 റിമൈനിങ് 30% ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേ സിറ്റുവേഷനിൽ അതിന്റെ യൂണിറ്റ്സ് നമ്മൾ എഴുതണം. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ദെൻ വരുന്നത് നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് വരുമ്പോൾ എത്രയാണ് നോർമൽ ലോസിന്റെ യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിൽ എഴുതണം. ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിൽ നമ്മൾ നോർമൽ ലോസിന്റെ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയതിനു ശേഷം നോർമൽ ലോസിന്റെ പെർസെൻറ്റേജ് യൂണിറ്റ് ഒന്നും നമ്മൾ ഒരിടവും എടുക്കണ്ട, എല്ലാം നില്ല് കാണിച്ചാൽ മതി. നോർമൽ ലോസിന്റെ യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിൽ മാത്രമേ നമ്മൾ ഷോ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിന് അടുത്ത് വരുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണ്. ഫിനിഷ്ഡ് സ്റ്റോക്ക് എത്ര യൂണിറ്റ് ആണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് കമ്പ്യൂട്ട് ചെയ്യേണ്ട പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുക. യൂണിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മെറ്റീരിയൽ 100%, ലേബർ 100%, ഓവർഹെഡ് 100%, അതിന്റെ യൂണിറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ്സ് ആയ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് കംപ്ലീറ്റ് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് അറൈവ് ചെയ്യുള്ളൂ, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമ്മൾ അറൈവ് ചെയ്യുള്ളൂ. അപ്പൊ 100% മെറ്റീരിയൽ, 100% ലേബർ, 100% ഓവർഹെഡ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്ത് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റും കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഫ്രം ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് നമ്മൾ എടുത്തത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ
up to the percentage of up to the percentage of completion from the percentage of completion. ഈ ടേംസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. ഇൻ കേസ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഫോർ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ, ഇൻ കേസ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ, ഫോർ ക്ലോസിംഗ് സ്റ്റോക്ക് അപ് ടു ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ വിൽ ബി കൺസിഡർഡ്. ദെൻ ഇൻ കേസ് ഈ തന്നിരിക്കുന്ന മെറ്റീരിയൽ 40%, ലേബർ 30%, ഓവർ 70%, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീനിങ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിനാണ് ഇത് തന്നിരുന്നതെങ്കിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കിലെ 40, 30, 70% ഇൻക്ലൂഡ് ആയിരിക്കുന്നത് പ്രോസസ് 2ലാണ്. അപ്പോൾ പ്രോസസ് 2ൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന അത്രയും മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് യൂണിറ്റ്സ് മാത്രം ക്ലോസിംഗ് സ്റ്റോക്കിന് എടുത്താൽ മതി. അപ്പോൾ ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളത്തിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് എഴുതുക. അതിന്റെ ഇപ്പോൾ 40% മെറ്റീരിയൽ തന്നു കഴിഞ്ഞാൽ ആ ഒരു 40% തന്നെ ഇവിടെ എടുത്താൽ മതി. 40% എത്രയാണോ ക്വസ്റ്റ്യനിലെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്ലോസിംഗ് സ്റ്റോക്കിന് തന്നിരിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സിറ്റുവേഷൻ തന്നിരിക്കുന്ന അത്രയും ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ 40, 30, 70 ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇത്ര സംഗതി മാത്രം എടുത്താൽ മതി. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക്, നോർമൽ ലോസ്, ഫിനിഷ്ഡ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ഐറ്റംസ് എടുത്തു. ഓപ്പണിംഗ് സ്റ്റോക്കിന് നമ്മൾ ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷനും, നോർമൽ ലോസിന് നമ്മൾ കംപ്ലീഷൻ ഒന്നും എടുക്കണ്ട, നമുക്ക് കംപ്ലീറ്റ് കോളം നില്ല് കാണിച്ചാൽ മതി. ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 100% ആണ് നമ്മൾ പെർസെന്റേജ് കോളത്തിൽ കാണിക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ് ടു ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അഡീഷണൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇൻ കേസ് അഡീഷണൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കോളത്തിൽ അതിന്റെ യൂണിറ്റ് മാത്രം കാണിച്ചു നിർത്താം. ഓക്കെ, അഡീഷണൽ മെറ്റീരിയൽ പ്രോസസ് 2ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ മാത്രം ഇൻപുട്ട് കോളത്തിൽ യൂണിറ്റ് മാത്രം കാണിച്ച് നമുക്ക് നിർത്താം, വേറെ കമ്പ്യൂട്ടേഷൻ ഒന്നുമില്ല. ഇനി നമുക്ക് ഇൻപുട്ട് കോളവും ഔട്ട്പുട്ട് കോളവും ബാലൻസ് ചെയ്ത് നോക്കണം. ഇൻപുട്ട് കോളവും ഔട്ട്പുട്ട് കോളവും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുത്തതിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ട് എങ്കിൽ അബ്നോർമൽ ഗെയിൻ ആയിരിക്കും. ഇൻപുട്ട് കൊടുത്തതിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ട് എങ്കിൽ അബ്നോർമൽ ലോസ് ആയിരിക്കും. അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ. ഇൻ കേസ് ഗെയിൻ ആണെങ്കിൽ നമ്മൾ അത് ലെസ് ചെയ്ത് ടോട്ടൽ ഈക്വൽ ആക്കണം. ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വലന്റ് പ്രൊഡക്ഷനിൽ എത്രയാണോ അബ്നോർമൽ ലോസ് മെറ്റീരിയൽ, ലേബർ, ഓൾറെഡി ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അത്രയും തന്നെ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇൻ കേസ് അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ മെറ്റീരിയൽ യൂണിറ്റ് എത്ര, ലേബർ യൂണിറ്റ് എത്ര, ഓവർഹെഡ് യൂണിറ്റ് എത്ര എന്ന് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുള്ള ഹിന്റ് ഉണ്ടായിരിക്കും. അഡ്ജസ്റ്റ്മെന്റിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മളത് അബ്നോർമൽ ഗെയിൻ ടോട്ടൽ ചെയ്യുന്ന ലെസ് ചെയ്യണം. അങ്ങനെ മെറ്റീരിയലിന്റെ യൂണിറ്റ് ടോട്ടൽ എത്ര, ലേബറിന്റെ യൂണിറ്റ് ടോട്ടൽ എത്ര, ഓവർഹെഡിന്റെ യൂണിറ്റ് ടോട്ടൽ എത്ര എന്ന് കമ്പ്യൂട്ട് ചെയ്യണം. ഇത്രയും കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ആവുന്നത്, ക്ലിയർ ആവുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇതിന്റെ ഈ യൂണിറ്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. മെറ്റീരിയൽ ഇത്ര യൂണിറ്റ്സ് ആണ്, ലേബർ ഇത്രയാണ്, ഓവർഹെഡ് ഇത്രയാണെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെച്ചിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഫോർമാറ്റ് വേണം. എലമെന്റ്സ് മീൻസ് കോസ്റ്റിന്റെ എലമെന്റ്സ് ആണ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ദെൻ എമൗണ്ട്. ക്വസ്റ്റ്യനിൽ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും, ടോട്ടൽ ലേബർ കോസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും, ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും, ടോട്ടൽ. ദെൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്
ഫ്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ വരച്ചപ്പോൾ മെറ്റീരിയൽ ടോട്ടൽ, ലേബർ ടോട്ടൽ, ഓവർഹെഡ് ടോട്ടൽ എടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മളിവിടെ യൂണിറ്റ് കോളത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. Then cost per unit. Cost per unit എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. അപ്പം മെറ്റീരിയലിന്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ മെറ്റീരിയലിന്റെ ടോട്ടൽ യൂണിറ്റ്സ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് നമുക്ക് ഇത്രയാന്ന് കിട്ടും. ലേബറിന്റെ ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് പെർ യൂണിറ്റ് ഇത്രയാന്ന് കിട്ടും. ഓവർഹെഡിന്റെ ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് പ്രൈസ് നമുക്ക് കോസ്റ്റ് നമുക്ക് കിട്ടും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എടുത്ത് എഴുതുക. അതിന്റെ ടോട്ടൽ കോസ്റ്റ്, മെറ്റീരിയൽ ടോട്ടൽ കോസ്റ്റ്, ലേബർ ടോട്ടൽ കോസ്റ്റ്, ഓവർഹെഡ് ടോട്ടൽ കോസ്റ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അതിനെടുത്ത് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് യൂണിറ്റ് കോളം നമ്മൾ ടോട്ടൽ ചെയ്ത ആൻസർ വെച്ചിട്ടുണ്ട്. ആ ആൻസേഴ്സ് എടുത്ത് എഴുതുക. ഈ എമൗണ്ട് കോളത്തിന് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് ഇത്ര നമുക്ക് കിട്ടും. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് valuation of closing stock. Okay, statement of valuation of closing stock എന്ന് പറയുമ്പോഴും elements means cost ന്റെ elements ആണ് material, labor, overhead. Then units എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ മെറ്റീരിയലിന്റെ കോളത്തിലും ലേബറിന്റെ കോളത്തിലും ഓവർഹെഡിന്റെ കോളത്തിലും നമ്മൾ ഓരോ യൂണിറ്റ്സ് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ അല്ല അപ് ടു ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ വെച്ചിട്ട് ആ യൂണിറ്റ്സ് ഇങ്ങനെ എടുത്ത് വരിക. ഇത്ര എടുത്തതിന് ശേഷം കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. ഇത്രയും സാധനം നമ്മൾ ഇവിടെ കൊണ്ട് എഴുതണം. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കൊണ്ടെഴുതുക. എഴുതിയതിന് ശേഷം ടോട്ടൽ കോളം വാല്യൂ യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ്. യൂണിറ്റ് കോളത്തിന് നമുക്ക് എ എന്നും കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ബി എന്നും ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഈക്വൽ ടു എ ഇൻറ്റു ബി. ഓക്കെ, എ ഇൻറ്റു ബി. ഇത്രയും കൂടെ കൂട്ടുക. ഇതിന്റെ ടോട്ടലാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി ദ ആൻസർ. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ആണ്. ഒന്നുകൂടെ പറയാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. എലമെന്റ്സ്, യൂണിറ്റ്സ്, കോസ്റ്റ് പെർ യൂണിറ്റ്, വാല്യൂ. ഈ എലമെന്റ്സിനകത്ത് കോസ്റ്റിന്റെ എലമെന്റ്സ് ആയ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ആണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. അതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനകത്ത് നമ്മൾ കൺസിഡർ ചെയ്ത യൂണിറ്റ്സിനെ നമ്മൾ ഇവിടെ കൊണ്ട് എഴുതുന്നു. യൂണിറ്റ്സ്, മെറ്റീരിയൽ യൂണിറ്റ് ഇത്ര, ലേബർ യൂണിറ്റ് ഇത്ര, ഓവർഹെഡ് യൂണിറ്റ് ഇത്ര. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോസസ് ആയ സെക്കൻഡ് സ്റ്റെപ്പ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയ ഫിഗേഴ്സ് നമ്മൾ കൊണ്ട് എഴുതുന്നു. ദെൻ ഇതിനെ യൂണിറ്റ്സിന്റെ കോളം നമുക്ക് എ എന്നും കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ബി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ആണ് വാല്യൂ കോളത്തിൽ എഴുതേണ്ട എമൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ എമൗണ്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ടോട്ടൽ വാല്യൂ. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഈ സെയിം ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ടുള്ള വാല്യൂഷൻ ഓഫ് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, തേർഡ് സ്റ്റെപ്പിനെ തന്നെ ഞാൻ ഈ സെയിം സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ്
അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ ആക്കുകയാണ്. സ്റ്റെപ്പ് നമ്പർ 4 ന്റെ വാല്യൂ ചെറുതായിട്ട് മാറ്റുന്നു. അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ. ഓക്കെ, അബ്നോർമൽ ലോസ് ഓർ ഗെയിനും സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ 4th സ്റ്റെപ്പിലായിട്ടാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. 4th സ്റ്റെപ്പിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ നമ്മൾ ഹെഡിങ് കൊടുക്കുക. ദെൻ കോസ്റ്റിംഗ് എലമെന്റ്സ് എടുത്തെഴുതുക. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. യൂണിറ്റ്സ് നമുക്ക് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇക്വലന്റ് പ്രൊഡക്ഷനകത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടിയേക്കുന്ന യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ട് എഴുതണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ പെർ യൂണിറ്റ് ഇത്രയാണ്, ലേബർ പെർ യൂണിറ്റ് ഇത്രയാണ്, ഓവർഹെഡ് പെർ യൂണിറ്റ് ഇത്രയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും സംഗതി നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കോളത്തിൽ കൊണ്ട് എഴുതുന്നു. ദെൻ എ കോളവും ബി കോളവും തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു, വാല്യൂ കിട്ടുന്നു. ഇതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് അബ്നോർമൽ ലോസ് ഓർ ഗെയിനിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ആയി, സെക്കൻഡ് സ്റ്റെപ്പ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ആയി, തേർഡ് സ്റ്റെപ്പ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയി, ഫോർത്ത് സ്റ്റെപ്പ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ ആയി. ഇനിയാണ് നമ്മൾ 5th ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. Okay, then 5th step, process account. ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കുമ്പോൾ ഏത് പ്രോസസ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് നോക്കുക. ഇൻ കേസ് പ്രോസസ് 2 ബേസിലാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോസസ് 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നോർമൽ ഫോർമാറ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, അഡീഷണൽ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, overheads. In case abnormal gain ഉണ്ടെങ്കിൽ abnormal gain നമ്മൾ മുന്നേ 4th സ്റ്റെപ്പിൽ അതിന്റെ യൂണിറ്റ്സും വാല്യൂയും ചെയ്ത് വെച്ചിട്ടുണ്ട്. Then normal loss, യൂണിറ്റും അതിന്റെ എമൗണ്ടും. In case abnormal ലോസ് ഇഫ് എനി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തെഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക്, ബാലൻസിങ് ഫിഗർ ആണ്. മെറ്റീരിയൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പം 5th സ്റ്റെപ്പായി. CA ഒക്കെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. CMA ഇത്തവണ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. അപ്പം ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺസെപ്ച്വലി കാര്യങ്ങൾ പഠിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ ആണ്. 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ് അക്കൗണ്ട് ആണ്. ഏത് പ്രോസസ്സിന്റെ ബേസിലാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്, ആ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഫൈനൽ ആൻസർ കംപ്ലീറ്റ് ആകുന്നത്. അറൗണ്ട് ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫുൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുൾ ഫോർമാറ്റ്.